അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമ ഫീ ഇൽമില്ലാഹി സലാത്തൻ ദായിമത്തൻ ബിദവാമിൽ ഖില്ലാ. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമാണ് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എല്ലാ സ്ഥലത്തും അള്ളാഹു തആല എപ്പോഴാണ് ഒരു മനുഷ്യൻ മരിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏത് സമയത്തും എപ്പോഴും മരിക്കാം. എങ്കിലും ചിലപ്പോൾ ഭാര്യ ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവ് ചിലപ്പോൾ വേഗം മരിക്കും, അല്ലെങ്കിൽ ഭാര്യ മരിക്കും. എന്താവട്ടെ, മരണം അള്ളാഹു കണക്കാക്കിയ സമയത്ത് അള്ളാഹു വിളിക്കും, എതിർക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ മരണം ഒരു ഇദ്ദ ഇരിക്കണമല്ലോ. ഒരു ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് ഇദ്ദ ഇരിക്കാമെന്നുള്ള നിയമമുണ്ട്. ചില ആളുകൾ ഇദ്ദ ഇരിക്കാന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും തിരിയാത്ത ആളുകളുമുണ്ട്, പെണ്ണുങ്ങളുണ്ട്. ഇത് പറയാൻ കാരണം, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മരണപ്പെട്ട വീട്ടിലേക്ക് പോയി, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ പെണ്ണുങ്ങൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നടക്കുകയാണ്. സ്വർണ്ണമൊക്കെ ഉണ്ട്, നല്ല അലങ്കാരമായി തന്നെ നടക്കുകയാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ അവിടെ മറുപടി, ഞാൻ 40 കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തിറങ്ങിയതാണ്. 40 കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി, 40 ദിവസം വരെ നിൽക്കേണ്ടതുള്ളൂ, പിന്നെ നിൽക്കേണ്ടതില്ലല്ലോ എന്നാണ് പെണ്ണ് മനസ്സിലാക്കി. വാസ്തവത്തിൽ 40 ദിവസമല്ലല്ലോ. ഹദീസിൽ പറഞ്ഞ എന്താണ്, ഒരു ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഇദ്ദ ഇരിക്കണം. ഇദ്ദ ഇരിക്കാന്ന് പറഞ്ഞാൽ നല്ല ആഡംബരമായിട്ടുള്ള ഇരുത്തമല്ല, ആ ജീവിതമല്ല. എന്ന് പറഞ്ഞാൽ അവളിട്ട സ്വർണങ്ങളും മോതിരങ്ങളും അതൊക്കെ അയച്ച്, അതുപോലെ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ അയച്ച്, നല്ല സാധാ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല നിലക്ക് അങ്ങനെ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്, വിരോധമൊന്നുമില്ല. ചടഞ്ഞിരിക്കാതെ റൂമിൽ തന്നെ ഇരിക്കണം എന്നല്ല, മുഹറമത്തെ കാലം കാണാത്ത നിലക്ക് ഇരിക്കുക എന്നുള്ളതാണ്. ഇരിക്കട്ടെ, അത് ഇരിക്കേണ്ടത് എത്ര ദിവസം വരെ ഇരിക്കണം, എത്ര മാസം വരെ ഇരിക്കണം എന്ന് പറയണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി മുസ്ലിം നിവേദിച്ച ചെയ്ത ഹദീസിൽ കാണാം, ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അൻ തുഹിദല മയ്യത്തിൻ ഫൗക സലാത്തിൻ ഇല്ലാ അലാ സൗജിൻ 4 അശ്ഹുരി വഅശ്റ. എന്ന് പറഞ്ഞാൽ, ഒരാൾ മരണപ്പെട്ടാൽ 3 ദിവസത്തിനേക്കാൾ ദുഃഖാചാരണം പാടില്ല. പക്ഷേ ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് ഒഴിയേ എന്ന് പറയുന്നുണ്ട്. ഇല്ലാ അലാ സൗജിൻ, ഭർത്താവ് മരിച്ചാൽ ഒഴിയേൻ. അവർ മരിച്ചാലോ 4 അശ്ഹുരിൻ വഅശ്റ, 4 മാസവും 4 അശ്ഹുരിൻ വഅശ്റ 10 ദിവസമാണ്. അപ്പോൾ 4 മാസവും 10 ദിവസമാണ് ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഇദ്ദ ഇരിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് ഇദ്ദ ഇരിക്കേണ്ട നിയമങ്ങളാണ് പറയുന്നത്. അത് നിർബന്ധമാണ്. അവർ അങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊത്തിരിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അവർ നല്ല അലങ്കാരമായി നടക്കരുത്, അങ്ങാടി പോക്ക്, അതുപോലെ തന്നെ ഈ കല്യാണത്തിക്കൊക്കെ പോക്ക്. അങ്ങാടിയിലേക്ക് ചിലപ്പോൾ പോകേണ്ട സാഹചര്യം വന്നാൽ, വീട്ടിലാരുമില്ല, ഭർത്താവ് മരിച്ചു, ഞാനുമില്ല, പോകേണ്ടി വന്നാലോ? അങ്ങനെ പോകുമ്പോൾ നിയമങ്ങൾ ഇങ്ങനെയാണ്. അതുപോലെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ആസ്പത്രിയിൽ പോകേണ്ടി വന്നാൽ പോകണ്ടേ? ഭർത്താവ് മരിച്ചു കൊണ്ട് ഒത്തിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിനൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നിയമം എന്താണ്? ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് 4 മാസവും 10 ദിവസം ഇദ്ദ ഇരിക്കണം. അത് വതജിബുൽ ഇദ്ദത്തു ലിവഫാത്തി സൗജിൻ, ഭർത്താവ് മരിച്ചതിൻ്റെ ഭാര്യയ്ക്ക് നിർബന്ധമാണ്. 4 അശ്ഹുരിൻ വഅശ്റ അയ്യാം, ഫത്വയിൽ പറയാണ് 4 മാസവും 10 ദിവസം ഇരിക്കണം. ഒരേലിഹപ്പെട്ട് ഇതിൽ കിതാബി വസ്തുവിൻ്റെ ഹദീസും ഖുർആനൊക്കെ ഉള്ളത് കൊണ്ടാണ്. അത് തെളിവ് വിശുദ്ധ ഖുർആനും ഹദീസൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, 4 മാസവും 10 ദിവസം ഇരിക്കണം എന്നുള്ളത്. ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ ഇരിക്കണമെന്ന്. ഉണ്ടാത്ത റൂമിൽ പൂട്ടിയിട്ടിട്ട് അങ്ങനെ കുതിരിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അവർ ധരിച്ചിരുന്നതായ, അവരിപ്പോൾ ചിലപ്പോൾ മോതിരൊക്കെ ധരിച്ചിട്ടുണ്ടാവും, നല്ല പൊന്നിൻ്റെ സ്വർണത്തിൻ്റെ ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഊരി മാറ്റി വെക്കാം. അതുപോലെ ഇതൊക്കെ ഉണ്ടാവും, കമ്മലൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും, നല്ല വസ്ത്രമൊക്കെ ഉണ്ടാവും, അതൊക്കെ കഴിച്ചു വെക്കാം. അതിലിട്ട് നല്ല അലങ്കാരം കാണണ്ട, അതൊക്കെ കഴിച്ചു വെച്ച് നല്ല നിനക്ക് ദിക്റും സലാത്തും ഖുർആനൊക്കെ എപ്പോഴും ചെല്ലാം. അതിനെ എല്ലാം കൂടി എപ്പോഴും ചെല്ലണം. അത് ഭർത്താവ് മരിക്കാതിരിക്കട്ടെ, ഇതൊക്കെ ഇപ്പോൾ ഖുർആനൊക്കെ എപ്പോഴും ഓതണം. പക്ഷേ ഇതെന്താണ്, നിങ്ങളുടെ അലങ്കാരമൊക്കെ മാറ്റി വെക്കണം എന്നതാണ്. അങ്ങനെയൊക്കെ മാറ്റി വെക്കണം. എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി വന്നാലല്ലാതെ നിങ്ങൾ
പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ല. അത്യാവശ്യം വന്നാൽ പോകേണ്ടി വരും, അത് വിരോധമൊന്നുമില്ല. ഇങ്ങനെ ആയിക്കൊണ്ട് അവർ സുറുമ ഇടുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകും. സുറുമയൊക്കെ മാറ്റിയേക്കാം, സുറുമ ഇടണ്ട. 4 മാസം 10 ദിവസം വരെ ഇടണ്ട. തലയിലേക്ക് വെളിച്ചെണ്ണ എണ്ണ തേക്കുന്ന പെണ്ണുങ്ങന്മാരുണ്ടാകും, അത് തേക്കണ്ട, തലക്ക് തേക്കണ്ട, അതൊക്കെ മാറ്റി വെക്കണം. അതാണ് ചടഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെയോ നിങ്ങൾ ചിലപ്പോൾ വെറ്റല തിന്നുന്ന ആളുണ്ടാവും, ഈ മുറുക്കാനൊക്കെ തിന്നുന്നുണ്ടാവും. വെത്തടക്ക അടക്കം വെത്ത 100 കൂട്ടി തിന്നുന്നുണ്ടാവല്ലോ, അത് മാറ്റണ്ട, അത് എപ്പം തിന്നോളി നിങ്ങൾ. അല്ലാണ്ടു എവിടെ പോകുമ്പോഴും വെത്തല ഓർമ്മ അതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, വിരോധമില്ല. ചില പെണ്ണുങ്ങന്മാരുണ്ടാവും ഈ വെറ്റലടക്കൊക്കെ പ്രായമുള്ള പെണ്ണുങ്ങന്മാരൊക്കെ ഭർത്താവ് മരിച്ച ഇരിക്കണമല്ലോ, അപ്പോൾ ഈ വെറ്റലടക്ക പോലും ഒഴിവാക്കുന്നവരുണ്ടാവും. എന്തേ, ഞാൻ ചെടിഞ്ഞിരിക്കുകയാണ്, എനിക്ക് ഒന്നും വേണ്ട, തിന്നാൻ പാടില്ല, ഇതിരിക്കല്ലേ. അതൊന്നും ഇല്ല, വെത്തലടക്ക നിങ്ങൾക്ക് തിന്നോളി, ഭക്ഷണം എന്തോ ആണെങ്കിലും കഴിച്ചോളി. പക്ഷേ എല്ലാം നാം മനസ്സിലാക്കണം. പലപ്പോഴും ബിരിയാണി കഴിക്കുന്നവർ എന്താക്കാം, ആ ഒരു ഇതിരിക്കുന്നതനുസരിച്ച് കുറച്ച് വെറുഞ്ചോറ് കഴിക്കാം. ഇങ്ങനെ ആയിക്കൊണ്ട് അലങ്കാരത്തിൽ നിന്ന് പിന്മാറുക, പട്ടുവസ്ത്രം അങ്ങനെയുള്ള അലങ്കാരങ്ങളൊക്കെ ഒന്നും ധരിക്കാതെ നല്ല നിലക്കായിരിക്കണമെന്നതാണ്. അത് 4 മാസവും 10 ദിവസമാണ് ഇദ്ധരിക്കുന്നതിൻ്റെ നിയമമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിഷയം പറയുന്നുണ്ട്. ഇദ്ധരിക്കുന്നതിനെ പറ്റി ഫത്വൽ മുഈൻ നോക്കി തന്നെയാണ് പറയുന്നത്. ഒരുപാട് വിഷയം പറയുന്നത്. അതിൽ പെട്ടതാണ് എന്താണ് ഈ മോതിരം മാറ്റി വെക്കണം, മറ്റൊക്കെ മാറ്റി വെക്കണം ഫത്വൽ പറയുന്നുണ്ട്. എൻ്റെ ഭാഗത്തൊക്കെ കുറേ ഉണ്ട് പറഞ്ഞാൽ. ഇപ്പോൾ ഇതിലിപ്പോൾ 5 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ലല്ലോ, ഈ 3 മിനിറ്റ് കൊണ്ടെല്ലാം പറയണല്ലോ ഇപ്പോൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മരണപ്പെട്ട ഭർത്താവ് മരിച്ചതിന് ഇദ്ധരിക്കേണ്ടത് എത്രയാണ്? അത് 4 മാസവും 10 ദിവസം ആണ്. അത് ഇരിക്കന്നെ വേണം. ഇതിൽ കിതാബി വസുന്ന, അത് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അത് ചരിഞ്ഞിരിക്കാന്ന് ഇരിക്കാന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവ് മരിച്ചതിൻ്റെ പേരിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ്. അത് ഏത് പെണ്ണിനും ഇരിക്കന്നെ വേണമല്ലോ. ആ ഇരിക്കൽ എന്തല്ല, ഇങ്ങനെ ചടഞ്ഞിരിക്കാന്ന് പറഞ്ഞല്ലോ, അവർക്ക് അത്യാവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോകാം. മുഹമ്മത്തല്ലാത്തവർ കാണുന്നുണ്ട്, വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെന്നും വിരോധമില്ല. അതുപോലെ അവർ എണ്ണ തേക്കാതിരിക്കണം. അതുപോലെ കുളിക്കുന്നുണ്ട് പെണ്ണുങ്ങളുണ്ടെങ്കിൽ എണ്ണ തേക്കാതിരിക്കും. കുളിക്കൊക്കെ വേണം, നല്ല വൃത്തിയൊക്കെ ആവണം, എപ്പോഴും ആവണം. അതൊന്നും എന്തല്ല ചടഞ്ഞിരിക്കുമ്പോൾ അതിനെതിർക്ക് വിരോധമല്ല. പിന്നെന്താണ് എണ്ണ തേക്കൽ, സുറുമ ഇടല്, ഈ സ്വർണ്ണമൊക്കെ ഇടല്, അതുപോലത്തെ നല്ല വസ്ത്രം, നല്ല അലങ്കാരമായിട്ട് പുറത്തൊക്കെ കാണുന്നവർക്ക് നല്ല ഇതായിട്ട് ഇരിക്കുക, അങ്ങനൊന്നുമില്ല. നല്ല വ്യാപ്തിയോടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി ദിക്റും സലാത്തും ഖുർആനൊക്കെ ചൊല്ലി 4 മാസവും 10 ദിവസമായി നിങ്ങൾ ഇരിക്കണം. ഇരിക്കൽ അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. ഇരിക്കാത്ത പോകരുത്. ഇവിടെ മദ്ഹബിലൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ. അതുകൊണ്ട് 4 മാസവും 10 ദിവസവും നമ്മൾ ഇരുതേ പറ്റൂ. ഫത്വൽ മുഈനിൽ ഞാനിപ്പോൾ ഇത് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ബുഖാരി മുസ്ലിം പറഞ്ഞ ഹദീസാണ്. ലാ യഹിലു ലിംറാത്തി തുഅ്മിനു ബില്ലാഹി വൽ ആഖിർ അൻ തുഹിദ്ദ അലൽ മയ്യിത്തി ഫൗക 3 ഇല്ലാ സൗജിൻ 14 അശ്ഉരിൻ എന്ന് പറഞ്ഞത് ഹദീസാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്ത്രീകളെ 10 ദിവസമല്ല, വെറും 40 അന്ന് തീർക്കുന്നതല്ല ഇരിക്കുക എന്ന് പറഞ്ഞാൽ 4 മാസവും 10 ദിവസമാണ് എന്ന് എല്ലാവരും പഠിച്ചിരിക്കണം. അള്ളാഹു പഠിക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.